സമൂഹത്തിൽ നമ്മൾ കുറെ മാഫിയനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാഫിയാണ് വോയിസ് റെക്കോർഡ് മാഫിയ. അപ്പോ ഇപ്പൊ എനിക്കൊന്ന് കുറെ ആൾക്കാരെ വീഡിയോ ആയി വോയിസ് റെക്കോർഡ് മാഫിയനെ കുറിച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഈയിടെയാണ് കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് എന്തായാലും വീഡിയോ ചെയ്യാൻ ഓർത്തു. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം. ഇതൊന്ന് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ഒരു സ്റ്റോറി ഇടാൻ ഇടണ്ടായി. സ്റ്റോറി വേറെ ഒന്നല്ലായിരുന്നു, വിജിൻ വിജിൻ രാജ് എന്ന് പറഞ്ഞ ആളെ, അതായത് യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടായിരുന്നു സ്റ്റോറി. അതിനകത്ത് ആളുടെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്. വോയിസ് റെക്കോർഡ് വേറെ ഒന്നല്ല, ആള് പറയുകയാണ്, അതായത് 25,000 രൂപ കൊടുത്താൽ ഒരാളുടെ 25,000 രൂപയ്ക്ക് ഒരാളുടെ വോയിസ് റെക്കോർഡ് കിട്ടും, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് ഒരു വോയിസ് റെക്കോർഡ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റോബിൻ രാധാകൃഷ്ണനാണോ വേണ്ടത്, അതിന് പൊട്ടിക്കാനുള്ള ഒരു വോയിസ് റെക്കോർഡ് ഞാൻ തരാം, അല്ലെങ്കിൽ ആരതി പൊടിയുടെ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആളുടെ വോയിസ് ഉള്ളത്. എനിക്ക് അറിയുന്നില്ല എങ്ങനെയാണ് ഇവർക്ക് ഈ വോയിസ് ഒക്കെ കിട്ടുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സാധാരണ ഇപ്പൊ ഞാനാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മൾ കൂടുതലും ഫോണിലൊക്കെ സംസാരിക്കുന്നത് നമുക്ക് അറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് അത്രയും കംഫർട്ട് ആയ ആൾക്കാരായിരിക്കും നമ്മളെ ഒരു മനസ്സ് തുറന്നൊക്കെ സംസാരിക്കുന്നത് അല്ലേ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പൊ അത്രയും ഒരു കൂടെ നിൽക്കുന്ന ആൾക്കാരോടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് തന്നെ. അപ്പൊ അത്രയും വിശ്വസികളോട് സംസാരിക്കുമ്പോൾ ആ ഒരു വോയിസ് എടുത്ത്, അല്ലെങ്കിൽ ആ വോയിസിനെ വേറൊരാൾക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഒരാളുടെ ഫെയിമിനെ നശിപ്പിക്കുന്ന രീതിയിൽ തന്നെ, ആളുടെ ഒരു കരിയറിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു വോയിസ് എടുത്ത് പുറത്തിട്ട്, അതൊക്കെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. അപ്പൊ ആള് തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ല അതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു വോയിസ് റെക്കോർഡ് എടുത്ത് പുറത്തിടുക എന്നുള്ളത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ലീഗൽ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും വലിയ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരാളുടെ ഫോൺ റെക്കോർഡിംഗ് എടുത്ത് നോക്കുന്നതും പരിശോധിക്കുന്നതും. അപ്പൊ അത്രയും കുറച്ച് പ്രൈവസി ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഈ വോയിസും അല്ലെങ്കിൽ കോൾ റെക്കോർഡിങ്ങും എല്ലാ കാര്യങ്ങളും. അപ്പൊ ആ ഒരു സംഭവം ഇത്രയും, അതും ഒരു ഉപയോഗമില്ലാത്ത കാര്യത്തിന്, അല്ലെങ്കിൽ ഒരാളുടെ ഫെയിം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഉയരാൻ വേണ്ടിയിട്ട് ഒരാളുടെ വോയിസ് റെക്കോർഡ് എടുത്ത് പുറത്ത് വിടുന്നത്, അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. അത് എത്ര എന്ന് പറഞ്ഞാലും അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിൽപ്പന കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി എന്തായാലും. അപ്പോ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക്, അതായത് ഒരു വർഷം മുന്നെയാണ് നമ്മുടെ റോബിൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ആരവും തമ്മിൽ ഒരു പ്രശ്നം തുടങ്ങുന്നുണ്ടായത്. ആരവിനെ കുറിച്ച് ഫസ്റ്റ് തന്നെ റോബിൻ ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. വീഡിയോനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ ആ വീഡിയോ കണ്ടതിന് ശേഷം ആരവിന് കുറെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അല്ലെങ്കിൽ ആരവ് കുറെ ദിവസം, ഒരാഴ്ചയോളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആരവിന്റെ അമ്മയുടെ വീഡിയോ ഒക്കെ പുറത്തു വന്നു, അമ്മ കരയുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് നടക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ സമയത്ത് ആരവും പിന്നെ നമ്മുടെ റോബിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പുറത്തിട്ടുണ്ടായത്. റോബിൻ ഹോട്ടലിൽ പോയിട്ട് ഛർദ്ദിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി എന്താണ് ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം റോബിൻ ആരവിനെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം വേറെ, അതായത് വിവി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട്, വിവേക് എന്നാണ് ആളുടെ പേര്. ആ ആള് പറഞ്ഞത് കൊണ്ടും, അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ ആൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് റോബിൻ പറയുന്നത്. എന്നിട്ട് റോബിൻ പറയുന്നുണ്ട്, അതായത് എന്നെയും ആരവിനെയും തെറ്റിപ്പിക്കാൻ വേണ്ടി വിവി മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അതായത് റോബിന്റെ കുറ്റങ്ങൾ, അതായത് ആരവിന്റെ അടുത്തും, അതുപോലെ തന്നെ ആരവിന്റെ കുറ്റങ്ങൾ റോബിന്റെ അടുത്തും വന്ന് വിവി വന്ന് പറഞ്ഞ് അവർ തമ്മിൽ തെറ്റിപ്പിച്ച് രണ്ടുപേരെയും അടിച്ചു പിരിപ്പിച്ചു എന്നാണ് റോബിൻ വന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരവ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ആരവിന്റെ അടുത്ത് ഇതുപോലെ തന്നെ വിവി ചെയ്ത കാര്യങ്ങൾ, വിവി വന്ന് കുറ്റം പറഞ്ഞത്, ഓരോരുത്തരെ കുറിച്ച്, അതായത് ആരവിന്റെ ഫ്രണ്ട്സിനെല്ലാം തന്നെ ഈ വിവി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തല്ലി പിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിനകത്തൊക്കെ എത്രമാത്രം ശരിയുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. അത് കാരണം വിവി എന്ന് പറയുന്ന ആൾ ഇതുവരെയും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അപ്പൊ ആളുകൂടെ പ്രതികരിച്ചാൽ മാത്രമാണ് വ്യക്തമായിട്ട് ആരുടെ ഭാഗത്താണ് ശരി, അല്ലെങ്കിൽ ആരാണ് ശരി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ അവിടെ എന്തായാലും വിടട്ടെ. എന്നിരുന്നാലും ഈ വോയിസ് റെക്കോർഡ് പുറത്തിടുന്ന കാര്യം എന്തായാലും മോശമായ കാര്യം തന്നെയാണ്. അത് എത്രയെന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഈയിടെ തന്നെ വിവിയുടെ ചാനലിൽ തന്നെയാണ് നമ്മൾ കണ്ടത്, നമ്മുടെ ഈ സീക്രട്ട് ഏജന്റ്, അതായത് സായി കൃഷ്ണയുടെയും അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിന്റെ വാപ്പയുടെയും, അതായത് ജാഫ്രിക്കയുടെയും ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കുന്നുണ്ട് കുറച്ച് നാൾക്ക് മുന്നേ. അതായത് ജാഫ്രിക്ക നമ്മുടെ ഈ ആരാണ് നമ്മുടെ സായി കൃഷ്ണ അടുത്ത് പറയുന്നത്, ഇങ്ങനെ പോയിട്ട് ജാസ്മിന്റെ അടുത്ത് പറയണം ഇങ്ങനെ ഈ ഗബ്രിയുടെ കാര്യം, ആ ഇഷ്യൂനെ കുറിച്ച് ഞാൻ എന്തായാലും അത് ഫുള്ളായിട്ട് പറയുന്നില്ല. അപ്പൊ അതേ കുറിച്ചിട്ട് വീഡിയോ എടുത്ത് പുറത്തിടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് സീക്രട്ട് ഏജന്റ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതും എനിക്ക്, അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഓൾറെഡി അവര് ഒരു ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ അത്രയും വിശ്വസിച്ചിട്ടായിരിക്കാം ആ ഒരു എന്താണ് സംസാരിച്ചതും, അല്ലെങ്കിൽ വിവിനെ അതിനകത്ത് ഓൾറെഡി ഇട്ടിട്ട് കോൺഫറൻസ് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ അത്രയും ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് തന്റെ ഒരു പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി ആ ഒരു വോയിസ് എടുത്ത്
പുറത്തിട്ട് അല്ലെങ്കിൽ ഒരാളെ എന്താണ് വ്യക്തിഹത്യ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ആളുടെ ഫെയിമിനെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരാളെ മനഃപൂർവ്വം ഒരു ഫെയിം നശിപ്പിച്ചു അല്ലെങ്കിൽ അയാളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഉയർന്നു നേടുന്നതൊന്നും ശരിക്കും എവിടെയും എത്താൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ്. അപ്പൊ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനെ കണ്ടപ്പോ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം. Bye.